ആരംഭിക്കലാമാടാ. ഇന്നത്തെ കഥ എന്താ വെച്ചാൽ, നമുക്കറിയാം വൈശാഖൻ തമ്പിനെ എല്ലാവർക്കും അറിയുന്ന ആളാണ് വൈശാഖൻ തമ്പി. വൈശാഖൻ തമ്പിനെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകൾ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഹേബൽ അൻവർ എന്ന് പറയുന്ന ഒരു അത്ഭുത ബാലനെ വിമർശിച്ചു എന്നുള്ളതാണ് കാരണം. അത്ഭുത ബാലൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്, ഇസ്ലാം മത വിശ്വാസത്തിലുള്ള കുടുംബത്തിൽ വളർന്നിരുന്ന ആളാണ്. അതാണ് കാരണം. വൈശാഖൻ തമ്പി ഒന്ന് രണ്ട് സത്യങ്ങളാണ് പറഞ്ഞത്. ആ സത്യങ്ങൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ തമ്പനയിലിൽ ആ നടുക്കിയിരിക്കുന്ന ആളാണ് ഇതിനുള്ള കാരണം. അയാളുടെ പേര് അബ്ദുൽ ബാസിൽ CP എന്നാണ്. അയാളൊരു തീവ്ര വഹാബി മതപക്ഷവാദിയാണ്. അയാളുടെ ചാനലിൽ ഈ കുട്ടി കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് കുട്ടിയെ കൊണ്ട് ഇയാൾ പറയിച്ചിട്ടില്ല. അതായത് അത് ഞാൻ ഇങ്ങനെ പറയിച്ചു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഇന്റർവ്യൂ നിങ്ങൾ മുഴുവനായി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കുട്ടി പ്രശസ്തനായത്. പക്ഷെ ഇയാള് ഈ കുട്ടീനെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുന്നത് ഫിസിക്സ് അല്ല, ശാസ്ത്രമല്ല പറയിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ആ ഇന്റർവ്യൂ ആദ്യം മുതൽ കണ്ടാൽ ഇയാൾ ആ കുട്ടീനോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും എന്താണ്, ഇയാൾ പ്രതീക്ഷിക്കുന്നത് കുട്ടി ദൈവം പടച്ചോൻ, ദൈവം അത് ഇതെന്ന് അങ്ങനെയുള്ള രീതിയിൽ ഒരു മറുപടി പറയുമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പല തവണയായിട്ട് കുട്ടി എന്ത് ചെയ്തു, അത്തരത്തിലൊരു മറുപടി പറയാതിരിക്കുമ്പോൾ അവസാനം ഇയാൾ ഡയറക്റ്റ് തന്നെ ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് അങ്ങോട്ട് ചോദ്യം ചോദിക്കുക. മനസ്സിലായോ? ഇയാൾ വിചാരിച്ച അത്രയും കടുത്ത മതവിശ്വാസിയല്ല ആ കുട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ കുട്ടി ശാസ്ത്രം പഠിക്കുന്ന, ശാസ്ത്ര അഭിരുചിയുള്ള, ശാസ്ത്രബോധമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് കടുത്ത ഒരു മതവിശ്വാസിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്ര ഇയാൾ ഈ അബ്ദുള്ള ബാസിൽ വിചാരിച്ച അത്ര കടുത്ത മതവിശ്വാസിയല്ല. പിന്നെ ഈ കുട്ടി വളർന്നു വന്ന സാഹചര്യം, കുട്ടി ഒരു ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള മാതാവിൻ്റെയും പിതാവിൻ്റെയും കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്, അവിടെയാണ് ജീവിച്ചത്. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഇസ്ലാം മതത്തിലുള്ള ഒരു കുടുംബത്തിൽ ജീവിച്ചു വരുന്ന ഒരു കുട്ടീൻ്റെ മതബോധം തുടക്കകാലത്ത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും എത്രത്തോളം മതം പഠിക്കാൻ ആ കുട്ടി നിർബന്ധിതനാവും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനൊരു ഇസ്ലാം മത കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. റിക്വസ്റ്റ് ഒന്നല്ല, ധൈര്യം ഉണ്ടെങ്കിൽ, പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ